ഏലക്ക വില ഉയരുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകർക്ക് തിരിച്ചടിയായി. സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ഏലക്ക വിളവെടുപ്പ് വൈകുകയാണെന്ന് കർഷകർ. ഇടുക്കിയിലെ ഏലം കർഷകർ പ്രതിസന്ധിയിലാണ്. മഴയെ ആശ്രയിച്ചുള്ള കാർഷിക വിളയാണ് ഏലം. ഇത്തവണ സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിച്ചില്ല. തണുപ്പും മഴയും കൂടുതലുള്ള ചില പ്രദേശങ്ങളിൽ ആദ്യ വിളവെടുപ്പ് നടത്തിയെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലും ഏലക്ക വിളവെടുപ്പിന് പാകമായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഉൽപാദനം ഇടിയും. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞപ്പിഞ്ചു പൊഴിച്ചിൽ പോലുള്ള രോഗബാധകളും ഏലച്ചെടികളെ ബാധിക്കുന്നുണ്ട്. ഡിഗ്രിയിൽ താഴെ നിന്നാൽ മാത്രമേ ഏലത്തിലെ കാ സെറ്റ് ആവുള്ളൂ. പലപ്പോഴും പൂ വിരിയുന്നുണ്ട്, മഴ വല്ലപ്പോഴൊക്കെ പെയ്യുന്നുണ്ടല്ലോ, നനച്ചു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പൂ വിരിയുന്നുണ്ട്. പൂ വിരിഞ്ഞിട്ട് അത് മഞ്ഞപ്പിഞ്ചായിട്ട് പുഴിഞ്ഞു പോയതുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു റൗണ്ട് കായ തോട്ടത്തിൽ, എനിക്ക് 4 ഏക്കർ സ്ഥലമുള്ള ഒരു റൗണ്ട് കായ എടുക്കാനുള്ള മുഴുവൻ പൊഴിഞ്ഞു പോയി. പലതരത്തിലുള്ള മരുന്നുകളും വളങ്ങളൊക്കെ മാറി മാറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ 30% ഈ സൂപ്പർ എൽനിനോയുടെ ഇതുകൊണ്ട് 30% മഴ കുറവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ആശങ്കയാണ് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത്. വില ഉയരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനം ഇല്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനം ചെയ്യുക, അല്ലെങ്കിൽ വില ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം. അനുകൂലമായ കാലാവസ്ഥ ഇല്ലാത്തതിനാൽ ഏലച്ചെടികളിൽ പൂ വിരിയുന്നില്ല. കനത്ത മഴ പ്രതീക്ഷിച്ച തോട്ടങ്ങളിൽ കുമ്മായവും സൾഫറും ഒക്കെ പ്രയോഗിച്ചതും തിരിച്ചടിയായി. ഈ മാസം ആദ്യം 2300 രൂപയായിരുന്നു ഏലക്ക വിലയെങ്കിൽ ഇപ്പോൾ 2700 രൂപയ്ക്ക് മുകളിലാണ് വില. വില ഉയരുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.